രേണുകയുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക. അഭയകേന്ദ്രത്തിന്റെ മറവിലെ പെൺവാണിഭം അവസാനിപ്പിക്കുക. അരുന്ധതി മേനോന്റെ തേർവാഴ്ച അവസാനിപ്പിക്കുക. രേണുകയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക. അഭയകേന്ദ്രത്തിന്റെ മറവിലെ പെൺവാണിഭം അവസാനിപ്പിക്കുക. രേണുകയുടെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കുക. താലോലം അടച്ചുപൂട്ടുക. ഈ പൊല്ലാപ്പിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ മാഡം? സദാശിവം പറഞ്ഞത് കേട്ടിരുന്നെങ്കിലോ? ഈ ഓലപ്പാമ്പ് നിങ്ങളുടെ ഭയക്കുന്നവളല്ലടോ ഈ അരുന്ധതി മേനോൻ. ഇത് വെറും ഓലപ്പാമ്പല്ല മാഡം, രാജവെമ്പാലയാ, വിഷം ചീറ്റുന്നേനം. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അരുന്ധതി അമ്മേ മൂരാച്ചി, നിന്നെ ഞങ്ങൾ എടുത്തോളാം. വിട്ടുതരൂ, വിട്ടുതരൂ, മീനാക്ഷി ഞങ്ങൾക്ക് വിട്ടുതരൂ. അരുന്ധതി അമ്മേ മൂരാച്ചി, നിന്നെ ഞങ്ങൾ എടുത്തോളാം. താലോലം അടച്ചുപൂട്ടുക. രേണുകയുടെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കുക. അഭയകേന്ദ്രത്തിന്റെ മറവിലെ പെൺവാണിഭം അവസാനിപ്പിക്കുക. അരുന്ധതി മേനോന്റെ തേർവാഴ്ച അവസാനിപ്പിക്കുക. രേണുകയുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക. താലോലം അടച്ചുപൂട്ടുക. രേണുകയുടെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കുക. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? എടാ സദാശിവ, നീ ഇതെന്ത് ഭാവിച്ചാ ആ അരുന്ധതി മേഡത്തിനോടൊക്കെ കയറി കളിക്കാന്ന് പറഞ്ഞ? എടാ, അങ്ങ് മോളിലൊക്കെ വലിയ പിടിപാടുള്ള സ്ത്രീ, അവര് നിന്റെ കട്ടയമോട് മടങ്ങി പോകാൻ പറഞ്ഞേക്കാം. എന്റെ ഉണ്ണിക്കുട്ട സാറേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. അഭയകേന്ദ്രം ഒന്നും പറഞ്ഞേ അവരവിടെ നടത്തുന്ന മറ്റു പല ബിസിനസ്സുകളുവാ. ദേ, നീ ഇത് എന്നോട് പറഞ്ഞത് പോട്ടെ, CIA മോനോടെങ്ങാനും നീ ഇത് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മോന്തയുടെ ഷേപ്പ് മാറും. പുതിയ ആളാ, ചെറുപ്പവും കൈക്കൊക്കെ നല്ല കരുത്താ. കരുതിയിരുന്നോ അരുൺകുമാർ സാറേ, ഇപ്പോഴിങ്ങെത്തും. സദാശിവൻ സംഹാരമൂർത്തിയുടെ പേരാണല്ലോ. ഒരു പാവം സ്ത്രീയെ, അതും സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് 2 വർഷം ജയിലിൽ കിടന്ന് പുല്ലുപോലെ വെളിയിലിറങ്ങിയവൻ. ഗുണ്ട, കൂലിത്തല്ലുകാരൻ, പിന്നെ വേറെന്തൊക്കെ സ്ഥാനപ്പേരുണ്ടോ നിനക്ക്? അയ്യോ സാർ, ഞാൻ വെറും പാവമാണ് സാർ. അയ്യോ, മേൽപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ളൊരു പഞ്ചപാവം. നിന്റെ ഗുണഗണങ്ങളൊക്കെ ഞാൻ വന്നിറങ്ങിയപ്പോ തന്നെ അറിഞ്ഞടാ സദാശിവ. അതൊക്കെ വെറുതെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന സാറേ. ഞാനിപ്പോ വളരെ മര്യാദക്കാരനാ. അതും അറിഞ്ഞു. സാമൂഹ്യ പരിഷ്കരണമാണല്ലോ. പെൺവാണിഭം അവസാനിപ്പിക്കുക, അഭയകേന്ദ്രം അടച്ചുപൂട്ടിക്കുക, പിന്നെ രേണുകയുടെ തിരോധാനം അന്വേഷിക്കുക. ഇതൊക്കെയാണല്ലോ നിന്റെ ഡിമാൻഡ്സ്. രേണുകയുടെ കാര്യത്തിൽ നിനക്കെന്താ അത്ര താല്പര്യം? അവളെ തട്ടിക്കൊണ്ടുപോയത് നീയാണോ? അയ്യോ, എന്നിട്ട് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി നീ നടത്തുന്ന നാടകമല്ലടാ ഈ സമരനാടകം. എന്റെ പൊന്നു സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. അങ്ങനെ നിനക്ക് ഒന്നും അറിയാതിരിക്കാൻ വഴിയില്ലല്ലോടാ. പിന്നെ നീ എന്തിനാ താലോലത്തിന്റെ മുമ്പിൽ ചെന്ന് സമരം ചെയ്തത്? വളരെ മാന്യമായി സാമൂഹ്യ സേവനം നടത്തുന്ന അരുന്ധതി മേനോനെ താറടിക്കാൻ ശ്രമിച്ചത്? ഇനി നിനക്ക് ആ പാവം പിടിച്ച ഊമപ്പെണ്ണിനെ കൂടെ കൊണ്ടുപോയി പച്ചയ്ക്ക് കൊന്നു തിന്നണം. അയ്യോ എന്റെ അമ്മച്ചി. ഇനി മേലിൽ ആ താലോലത്തിന്റെ പടി ചവിട്ടുകയോ ആ ഊമ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിയുകയോ ചെയ്താൽ തൽക്കാലം ഒരു ദിവസത്തേക്ക് അവനോട് കിടക്കട്ടെ. പച്ചവെള്ളം കൊടുക്കണ്ട സർ. ഗോവിന്ദൻകുട്ടി, ആ രേണുകയുടെ വീട് എവിടെയാ? ഇവിടെ തമ്പുരാമുക്കില്. നിർമ്മല ടീച്ചർ അവിടെയാണോ താമസിക്കുന്നത്?
രേണുകയുടെ ചേച്ചി അല്ലേ? അതെ. നിർമ്മല ടീച്ചറല്ലേ ഇവിടെ? ഉണ്ടല്ലോ. അമ്മ പഠിപ്പിച്ചിട്ടുള്ള ആരെങ്കിലും ആണോ? എന്താ പേര്? ആരാ രാധികേ? ഞാൻ അരുൺകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. രേണുകയെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സർ? അന്വേഷണം നടക്കുന്നു. ടീച്ചറോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാ ഞാൻ വന്നത്. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ സർ. എന്റെ മോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തന്നാ മതി എനിക്ക്. അകത്തോട്ടിരിക്കാലോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. സാറിന് എന്താ എന്നോട് ചോദിക്കാനുള്ളത്? രേണുകയെക്കുറിച്ച്, രേണുക ഈ വീട് വിട്ട് പോകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച്, രേണുകയുടെ മറ്റ് റിലേഷൻഷിപ്പുകളെ കുറിച്ച് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എനിക്കറിയണം. രേണുക ഈ വീട് വിട്ട് ഇറങ്ങിയത് എന്നാണെന്ന് ടീച്ചർക്ക് കൃത്യമായി ഓർമ്മയുണ്ടോ? ഐ മീൻ ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റ്. ഉണ്ട്. ഏകദേശം 8 മാസങ്ങൾക്ക് മുൻപാണത്. കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 14-ാം തീയതി രേണുകയുടെ വിവാഹം ഫിക്സ് ചെയ്തിരുന്നു സർ. അത് നടന്നില്ല. അതിന്റെ 3-ാം നാൾ മുതൽ അവളെ കാണാതായത്. അതായത് സെപ്റ്റംബർ 16-ാം തീയതി മുതൽ അല്ലേ? അതെ. അന്ന് രാവിലെ രേണു രേണുകേ, ഇവളിത് എവിടെ പോയിരിക്കുക? രേണു, മോളെ രേണു, ഇവളെ എങ്ങോട്ട് പോയിരിക്കുക? രേണുവേ, രേണു, രേണു, മോളെ രേണു, രേണുവേ, രേണു. എന്താ അമ്മേ? രേണുവിനെ കാണുന്നില്ല. മുറിയിലില്ലേ? ഇല്ല. അമ്മ വിഷമിക്കാതെ, അവൾ അപ്പുറത്തെ വീട്ടിലെങ്ങാനും പോയിട്ടുണ്ടാവും. എന്താ നിർമ്മലേ? രേണുവിനെ കാണുന്നില്ല. എല്ലായിടത്തും നോക്കിയോ? അതിരാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായ ഇടുന്നത് പതിവാ. ഇന്ന് അതും ഉണ്ടായില്ല. കല്യാണം മുടങ്ങിയതോട് പെണ്ണിന് വല്ല കടുങ്കയും ചെയ്തതാവോ? അല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേരാണേ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ആ കരുനാക്ക് വളച്ചൊന്നും പറയാതെന്റെ അമ്മായി. ധനേട്ടാ, ധനേട്ടാ, ഒന്ന് എണീറ്റേ. എന്താടി? ദേ ധനേട്ടാ എണീക്ക്. എന്താടി? ദേ രേണുവിനെ കാണുന്നില്ല. കാണുന്നില്ലേ? ആ, അവൾ അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ലെന്നേ, ഇവിടെ എവിടെ ഇല്ല. ദേ ഒന്നിങ്ങോട്ട് എണീറ്റ് വരുന്നോ? എന്താടി ഇത്? രേണു എവിടെ പോവാനാ? അതറിയാനല്ലേ നിങ്ങളോട് വരാൻ പറഞ്ഞത്. എന്താ ടീച്ചറെ, എന്താ കാര്യം? ഇവിടെ വന്നില്ലേ?
പിന്നെ അവൾ എവിടെ പോയി? ഇവിടെ ഇവിടെ കാണുമെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. എന്താ ടീച്ചർ? ശാലുമോളെ, രേണുവിനെ കാണുന്നില്ല. കാണുന്നില്ലേ? അന്വേഷിക്കാൻ ഇനി ഒരിടവും ബാക്കിയില്ല. അവള് വല്ല കൂട്ടുകാരുടെ അടുത്തും പോയതായിരിക്കും. ടീച്ചർ വിഷമിക്കണ്ട. എവിടെ പോയാലും അവൾ എന്നോട് പറഞ്ഞിട്ടേ പോകും. അതാ പതിവ്. രേണു വരും. അവൾ എവിടെ പോകാനാ? അല്ലേ ശ്യാമേട്ടാ? ആ എന്റെ മോൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. മനസ്സ് പറയുന്നത് അങ്ങനെയാ. അല്ലെങ്കിൽ ഇത്രയും സമയം വരെ. ടീച്ചർ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. നമുക്ക് കുറച്ച് സമയം കൂടെ നോക്കാം. സമയം ഇത്രയായില്ലേ? ഇനിയും എന്റെ കുഞ്ഞിനി വല്ല. ഞാൻ ഒന്ന് അന്വേഷിക്കാം. ടീച്ചർ ഇവിടെ ഇരുന്നോളൂ. എവിടെ ഉണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എങ്കിൽ ശ്യാമൊന്ന് പോയിട്ടോ. ആ അറിയുന്നിടത്തൊക്കെ നോക്കണം. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. വേഗം വരണം. ശരി. അല്ലെങ്കിൽ വേണ്ട ശ്യാമേ, ഞാൻ വീട്ടിലേക്ക് പോവാം. അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാ മതി. ശരി ടീച്ചർ. അവൾ എന്തിനാ എന്നെ ഇങ്ങനെ തീറ്റിക്കുന്നത്? എന്റെ ഗുരുവായൂരപ്പ, എവിടെ പോയാ എന്നെ അന്വേഷിക്കുന്നത്? ധനേട്ടൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ എവിടെയെങ്കിലും പോയി രേണു എവിടെയെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഓരോരുത്തർ ഓരോന്ന് കാട്ടി കൂട്ടിയിട്ട് ബാക്കിയുള്ളവർക്കാ തലവേന. എന്തായി അമ്മേ? രേണുവിനെ കണ്ടോ? ടീച്ചർ കരയാതിരിക്കൂ. താങ്ക്സ്. ഹസ്ബൻഡ് ഇവിടില്ലേ? പുറത്തു പോയിരിക്കുക. എപ്പോ വരും? അതിപ്പോ അങ്ങനെ കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ലല്ലേ? അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരിങ്ങനെയാ. ഒന്നിനും ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവില്ല. അവർക്ക് ജനസേവനമല്ലേ മുഖ്യ ലക്ഷ്യം. അതിനിടയിൽ വീട്ടുകാരും നോക്കാൻ എവിടാ സമയം അല്ലേ? പിന്നീട് എപ്പോഴെങ്കിലും രേണുകയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഐ മീൻ, ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ടോ മറ്റോ? ഞാൻ അവളെ കണ്ടു സർ. എവിടെ വെച്ച്? താലോലത്തിൽ വെച്ച്. താലോലം? അരുന്ധതി മേനോൻ നടത്തുന്ന അഭയകേന്ദ്രത്തിന്റെ പേരാണ് സർ താലോലം. ഓ, ഐ സി. ഒരു ദിവസം അവിടെ നിന്നും അരുന്ധതി മേനോൻ എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട്? അമ്മേ, ഇങ്ങനെ വിശന്നിരുന്ന് അസുഖം വരുത്തി വെക്കാതെ വല്ലതും വന്ന് കഴിക്കാൻ നോക്ക്. ഞാൻ കുറച്ച് കഞ്ഞി കൊണ്ടുവരട്ടെ? പത്രത്തിൽ വന്നിട്ട് ആരും ഫോൺ പോലും ചെയ്യുന്നില്ലല്ലോ. ഹലോ, അതെ. എവിടെ ആണോ? താലോലം അതെവിടെയാ? ശരി ശരി, ഞാൻ വരാം. അവള് താലോലത്തിലുണ്ടെന്ന്. താലോലം?
പറഞ്ഞേക്കണേ. ശരി ചേച്ചി. ആ കുട്ടിയുടെ അമ്മയല്ലേ നിർമ്മല? അതെ. എന്റെ മോളെവിടെ? ഇവിടെ ഉണ്ട് ഭദ്രമായിട്ട്. ഇപ്പോഴത്തെ കുട്ടികളുടെ പിടിവാശികളെ എന്ത് ചെയ്യാൻ പറ്റും? 10 മാസം ചുമന്ന് പറ്റില്ലേ? നമുക്ക് വേണ്ട വെക്കാൻ പറ്റുമോ? സഹിക്കാനും പൊറുക്കാനും നമുക്കതേ കഴിയൂ. ഇതാണ് നിർമ്മല, ആ കുട്ടിയുടെ അമ്മ. ഓ, എന്റെ മോളെ ഞാൻ ഒന്ന് കണ്ടോട്ടെ. തീർച്ചയായും. അവൾ അടുത്ത മുറിയിലുണ്ട്, പോയി കണ്ടോളൂ. ഉം.